സമയം 9 മണി കഴിഞ്ഞ് അതല്ലല്ലോ എൻ്റെ ഇൻട്രോ ആയിട്ട് ഞാൻ വെച്ചിരുന്നത്. ഹലോ ബോസ്, സമയം 9 മണി കഴിഞ്ഞ് 6 മിനിറ്റ്. 9 മണി കഴിഞ്ഞ് 6 മിനിറ്റ്. പതിവ് പോലെ നമ്മൾ ഇന്നും ലേറ്റാണ്. ഞാൻ പുതിയ ഹെൽമെറ്റ് മേടിച്ചു. ഇന്നലെ രാത്രി പടത്തിന് പോകാൻ നേരത്തെ ഹെൽമെറ്റ് ഇല്ല, 2 ഇല്ല. അത് ഇതിന് മുന്നേ ഒരു ദിവസം രാത്രി പടത്തിന് പോയപ്പോൾ വണ്ടിക്കകത്ത് വെച്ചിരുന്ന ഹെൽമെറ്റ് ഏതോ വീണ്ടും നല്ല മനസ്സുള്ള ഒരു കൂട്ടുകാരെ കട്ടുകൊണ്ട് പോയി. അതുകൊണ്ട് ഇന്നലെ വീണ്ടും വേറെ ഹെൽമെറ്റ് മേടിക്കണ്ടോ. എനിക്ക് പണ്ട് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഹെൽമെറ്റ്. എല്ലാവരും ഹെൽമെറ്റ് വണ്ടിക്കകത്ത് നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതാണ്, അല്ലെങ്കിൽ വണ്ടിക്കകത്ത് പൂട്ടിക്കണതാണ്. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ്, എന്തിനാ അതാരാ എടുക്കാൻ പോണേ എന്നെനിക്ക് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ്, അതാരും എടുക്കില്ല എന്നുള്ളൊരു കോൺഫിഡൻസും നാട്ടുകാരെ ഭയങ്കര വിശ്വാസവും. പക്ഷേ ഇവിടെ വന്ന് ഞാനൊരു പാർട്ടിക്ക് പോയപ്പം സാധാരണ ഞങ്ങൾ ബാഗും ഹെൽമെറ്റും അകത്ത് കൊണ്ട് പോകാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ ഒരു നോയ്സ്, അത് വണ്ടിക്കകത്തിരിക്കട്ടെ, ആരും എടുക്കില്ല, ബാഗ് മാത്രം കൊണ്ടുപോയാൽ മതി എന്നായിരുന്നു എൻ്റെ തോട്ട്. അതൊരു ഹെൽമെറ്റ് ഒരു ബാധ്യതയാവണ്ട. അന്ന് രാത്രി ഞാൻ ഹെൽമെറ്റ് ഇല്ലാണ്ടാണ് വീട്ടിൽ പോയത്. രാത്രി 10 മണി കഴിഞ്ഞിട്ട് അന്ന് തന്നെ പോലീസ് വിളിച്ചിരുന്നത് എൻ്റെ 500 പോയി. ഓൾറെഡി 2200 പോയി ഹെൽമെറ്റിൻ്റെ പൈസ. അന്ന് പോലീസ് കൂടെ പിടിച്ചത് 500 പോയി. അങ്ങനെ ആ ഹെൽമെറ്റ് കൊണ്ടുപോയി. ഇത് 2-3-4 ദിവസം മുന്നേ വീണ്ടും ഹെൽമെറ്റ് കൊണ്ടുപോയി. വീണ്ടും എനിക്ക് അൾട്രാ കോൺഫിഡൻസും നാട്ടുകാരെ ഭയങ്കര വിശ്വാസമായിരുന്നു. അത് കൊണ്ടുപോയി. കുഴപ്പമില്ല, കിട്ടൂല, ഹെൽമെറ്റ് കിട്ടൂല. കുഴപ്പമില്ല, അമ്മമാർക്ക് വല്ല കിട്ടുമായിരിക്കും. എന്തിനാണോ ഹെൽമെറ്റൊക്കെ എടുത്തിട്ട് പോയിട്ട് നായികക്കൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ചാൽ പോരെ, എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. എന്തായാലും വേറെ ഹെൽമെറ്റ് മേടിച്ചു, ലോക്കും മേടിച്ചു. രാവിലെ എനിക്ക് ലോക്ക് വേണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓഫീസിൽ ചെന്നിട്ട് ഈ ഹെൽമെറ്റ് എടുത്തിട്ട് ഓഫീസിൽ കൊണ്ടുവയ്ക്കും. അതുകൊണ്ട് എനിക്ക് രാവിലെ ലോക്ക് വേണ്ട. ഞാൻ ഹെൽമെറ്റ് കാണിച്ചു തരാം. വെഗയുടെ ഹെൽമെറ്റാണ്. അത് ഒറിജിനലാണോ ചാത്തനാണോ എന്നൊന്നും അറിയില്ല. 1300 കിട്ടി. ഒരു മാറ്റ് ബ്ലാക്ക് കളറാണ്. ഡബിൾ വൈസറൊന്നുമില്ല, സിംഗിൾ വൈസറേ ഉള്ളൂ. എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. അത് ഭയങ്കര അവരെ കയ്യിലിരിക്കുന്ന ഡബിൾ വൈസർ ഭയങ്കര വലിയ പൈസ ഇല്ല, എന്നാലും 1600 1500 ആ റേഞ്ച് ഉണ്ട്. എന്നാൽ അത് വൈസർ ഒരു ക്വാളിറ്റി ഇല്ല. പിന്നെ എനിക്ക് ഇവരെ വലിയ വിശ്വാസമില്ല. പിന്നെ അത്യാവശ്യം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വെയിറ്റ് ഇല്ല, ഒരു 1300. പിന്നെ ഇത് ലാർജ് സൈസാണ്. എൻ്റെ തലയിൽ ഫിറ്റായിട്ട് കറക്റ്റായിട്ട് ഇരിക്കും. വേറൊരു ഹെൽമെറ്റ് ഡബിൾ വൈസറിന് പറഞ്ഞ് എടുത്തപ്പോൾ അത് ഇച്ചിരി നല്ലതെടുത്തപ്പോൾ അത് ഫിറ്റ് ആവുന്നില്ല. കുഴപ്പമില്ല, നല്ലതാണ്. അങ്ങനെ ഞാൻ എന്തൊക്കെയോ സംസാരിക്കണമെന്ന് വിചാരിച്ചു, മറന്നുപോയി. ആവർത്തന വികസതയാണ് ഞാൻ സംസാരിക്കണമെന്ന് വിചാരിച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്നും ഒരേ വീഡിയോ അല്ലേ ചെയ്യണേ, ഇതേപോലെ ഒരേ ഫ്രെയിമല്ലേ ഞാൻ വെക്കണേ, എനിക്ക് ഒരേ വഴിയല്ലേ. പക്ഷേ ഞാൻ ഇത് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ജോലിക്ക് പോകണ ഒരാളാണ്. അപ്പോൾ എനിക്കിതല്ലാണ്ട് ഇതിന് വേണ്ടിയിട്ട് വേറെ സ്ഥലത്ത് പോയി വീഡിയോ ഇടാൻ കഴിയാറില്ല. അതുകൊണ്ട് ഞാനിത് തന്നെ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ വർത്താനം പറയുന്നുണ്ടല്ലോ, അത് നിങ്ങൾക്കൊരു എൻജോയ്മെൻ്റ് അല്ലേ. അത് പിന്നെ ASMR ഇടുന്നുണ്ട്. അതും ഞാൻ കാണുന്ന കാഴ്ചകൾ എന്നും വ്യത്യസ്തമാണ്. ഞാൻ ഇന്നലെ കണ്ട കാഴ്ചയല്ല ഇനി ഞാൻ കാണുന്നത്. ഇന്നലെ ഞാൻ ഇവിടെ മൊത്തം തിരക്കായിരുന്നു. ഇന്ന് ഇത്രയും തിരക്കില്ല. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ആയിട്ട് അത്രയും തിരക്കില്ല. ഇത് ഭയങ്കര സ്മൂത്താണ്. അതുകൊണ്ട് അവിടെ നമ്മൾ സാധാരണ വരുമ്പോൾ അവിടെ നിന്ന് ഈ പാലത്തിന് തുടങ്ങണതിന് മുന്നേ വരെ ട്രാഫിക് ഉണ്ടാവും. ഇന്നിപ്പോൾ നോക്കി അവിടെ എങ്ങും ട്രാഫിക് ഇല്ല. ഇത് വെള്ളിയാഴ്ച ആയതുകൊണ്ടും വലിയ തിരക്ക് ഉണ്ടാവില്ല. അത് വെള്ളിയാഴ്ചയുടെ പ്രത്യേകതയാണ്. വെള്ളിയാഴ്ച ആരും പണിക്ക് പോകില്ലെന്നേ, നമ്മൾ മാത്രമേ പോവുള്ളൂ. പിന്നെ ഇവിടെ മിക്കുള്ള കമ്പനികൾക്കും ഹൈബ്രിഡ് സെറ്റപ്പ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ 3 ദിവസം പണിക്ക് പോയിട്ട് 2 ദിവസം ഓഫീസിൽ പോയി, അല്ലെങ്കിൽ നേരെ തിരിച്ച് ആഴ്ചയിൽ 2 ദിവസം ഓഫീസിൽ പോയിട്ട് 3 ദിവസം വർക്ക് ഫ്രം ഹോം. അങ്ങനത്തെ പരിപാടികളുണ്ട്. നമ്മുടെ കമ്പനികൾ അങ്ങനെ പരിപാടി ഇല്ല. ആ കമ്പനിയിൽ ഫുൾ ഓഫ്ലൈനാണ്. എടുക്കാം, വർക്ക് ഫ്രം ഹോമൊക്കെ എടുക്കാം. പക്ഷെ ഞാൻ വേറൊരു കാര്യത്തിന് ഒരു 2 മാസം മുന്നേ കുറേ വർക്ക് ഫ്രം ഹോം എടുത്തതുകൊണ്ട് എനിക്ക് എടുക്കാൻ തോന്നുന്നില്ല. ഇവിടെ ഫുള്ള്
പബ്ബാണ് അപ്പുറവും ഇപ്പുറവും. ഭയങ്കര രസമുള്ള രാത്രി ഇത് ഭയങ്കര രസമാണ്. ഞാനിന്ന് രാവിലെ പോയപ്പോൾ ഒരു വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ, പക്ഷേ എന്ന് പറഞ്ഞാൽ ഒരു ചേഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ട് രാവിലെയും വൈകിട്ടത്തെയും ഒരു ചേഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത വെള്ളിയാഴ്ച ആവട്ടെ, ഞാനത് എടുത്തിട്ട് ഞാനിടാം. വെള്ളിയാഴ്ച ആകുമ്പോഴേ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. വെള്ളിയാഴ്ച ശനിയാഴ്ചയും കിട്ടും. നാളെ നോക്കട്ടെ, നാളെ ഞാൻ നടക്കാൻ പോകണം. കിട്ടാം. ഇന്ന് രാവിലെ നടക്കാൻ പോയായിരുന്നു. ചേട്ടാ മാറിച്ചേട്ടാ. 2 ദിവസം കൊണ്ട് ഭയങ്കര രസമുണ്ട്. കാറ്റും മഴക്കോളും നല്ല ഭംഗിയും. ന്യൂ ഹൊറൈസൺ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, ഞാൻ അവിടേക്ക് കേട്ടിട്ടുള്ള പോലെ. ഇവിടെ എനിക്കൊരു കോളേജ് കാണാൻ പോവാം. ഞാൻ പണ്ട് പഠിക്കണമെന്ന് വിചാരിച്ചൊരു കോളേജ് ഉണ്ട് ബാംഗ്ലൂർ. എൻ്റെ പേര് ഞാൻ മറന്നുപോയി, പക്ഷെ അത് അല്ല പേര് ഞാൻ മറന്നുപോയി. അത് തപ്പിയാൽ കിട്ടും. തപ്പിയിട്ട് ഒരു ദിവസം പോവാം. എനിക്ക് ആ കോളേജ് ഒന്ന് പോയി കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അത് പണ്ട് ഞാൻ കുറേ പഠിക്കണമെന്ന് ആഗ്രഹിച്ചൊരു കോളേജാണ്. അന്ന് പണ്ടൊന്നും ഇല്ല, പക്ഷെ എന്നാലും ആഗ്രഹിക്കുകയാണെങ്കിൽ പണ്ട് കൊടുക്കണ്ടല്ലോ. ആഗ്രഹം പോലെ ഉണ്ടായിരുന്നു. ഭയങ്കര ആഗ്രഹമായിരുന്നു. അതൊക്കെ ഒരു കഥ. നമുക്ക് കഷ്ടപ്പാടുണ്ടാവും. നമുക്ക് ഇപ്പോൾ ഉള്ള കഷ്ടപ്പാട് അത് മാറും. അത് മറ്റേ ഇതുണ്ടല്ലോ, ഒരു വാചകം ഉണ്ടല്ലോ, ഈ സമയവും കടന്നു പോകും. അതിപ്പം നല്ലതാണെങ്കിലും ഇപ്പം കഷ്ടപ്പാടാണെങ്കിലും ആ സമയം കടന്നു പോകും. എന്നിട്ട് വേറെ സമയം വരും. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട ഗൈസ്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തിനും നിങ്ങൾ കൂടുതൽ കിടന്ന് എഫേർട്ട് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ചെയ്യാൻ പറഞ്ഞാണെങ്കിൽ മാത്രം എഫേർട്ട് എടുത്താൽ മതി, ടെൻഷൻ അടിച്ചാൽ മതി. ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങളത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ലീവ് ഇറ്റ് ആപ്പ് ചെയ്യാം. കാരണം അത് നിങ്ങൾക്ക് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ ടെൻഷൻ അടിച്ചു എന്നുള്ളത് കൊണ്ടിട്ട് അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ചുമ്മാ അടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആരെങ്കിലൊക്കെ ഓക്കെ ബൈ ഗൈസ്, ഞാൻ പണിക്ക് പോട്ടെ. ജയ് മകിഴ്മതി. പണിക്ക് പോയിട്ട് വരാം.